ഇനി അതുകൂടെ തള്ളി താഴെ ഇടാതെ. മാങ്ങാപ്പരത്തിന് എത്ര മാങ്ങ വേണമെന്ന് പറ. മാങ്ങാ പെരട്ട് മാങ്ങാ തൊലി എനിക്കൊന്നും അറിഞ്ഞുകൂടെ വെച്ചേ. അപ്പൊ അവിടെ നിന്ന് മീൻ പഠിച്ചതോ മാങ്ങാപ്പരത്തിന്റെ ബിസിനസ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്? എടി അത് അറിയാതെ എന്റെ വായി അങ്ങ് വന്നു പോയതാ. ഇനി ഒരു സത്യം കൂടെ പറയാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അയ്യോ, ലോകത്ത് വേറെ എന്തൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് എന്റെ പൊന്നമ്മേ. അതൊന്നും പറയാതെ മാങ്ങാപ്പരട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുവാന്ന്. അല്ല, മാങ്ങ ഉപ്പിലിട്ടതോ നെല്ലിക്ക ഉപ്പിലിട്ടതോ പറഞ്ഞാ മതിയായിരുന്നു. ഇനിയിപ്പം മാറ്റി പറയാനും പറ്റത്തില്ല. മാറ്റി പറയാൻ അങ്ങോട്ട് ചെന്നാ മതി. ഞാൻ അറിഞ്ഞ അവർ ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ കയറി ഉണ്ടാക്കുന്നു. എന്തായാലും പെട്ടു. ഇനി അതിൽ നിന്ന് എങ്ങനെങ്കിലും കര കയറാൻ വേണ്ടിട്ട് നോക്ക്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത്? മാങ്ങ ഇരിപ്പുണ്ടോ? അതവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, മുത്തൂനെ ഇങ്ങോട്ട് വിളിക്ക്. എന്തിന്? ഇനി നമുക്ക് മുത്തൂനെ കൊണ്ട് മാങ്ങാ പെരട്ട് ഉണ്ടാക്കിപ്പിക്കാമെന്ന്. വിളിക്കുമ്പോ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത്? നമ്മൾ തുടങ്ങാനിരിക്കുന്ന സംരംഭത്തിന്റെ ആദ്യ വെടിക്കെട്ടാ ഇതെന്ന് നീ പറയരുത്. ഇത് അറിഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഇവന് ഓടി ചെന്ന് സുഹാസിനി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. അത് ശരിയാ, പണ്ടേ പണി തരാൻ എടുക്കനാ. ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ണാനായിട്ടൊരു സിമ്പിൾ പെരട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി. ഉണ്ണാനിരിക്കുമ്പോഴത്തേക്കിനും നീ സുഹാസിനി ചേച്ചിയോട് പറയണം ഇത് അമ്മ വെച്ചതാന്ന്. എന്നാ പറയാം. എന്തായാലും ശരി, സുരഭിയെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കും. ആരെ മുട്ടുകുത്തിക്കുന്ന കാര്യമാ ഈ പറയുന്നത്? അല്ല, ആരെ മുട്ടുകുത്തിക്കുന്ന അല്ല, ഞങ്ങളെ അമ്പലത്തിൽ പോയി മുട്ടുകുത്തുന്ന ആരെയാ പറഞ്ഞത്? അമ്പലത്തിലാ? സാധാരണ പള്ളിയിൽ പോയിട്ടില്ലേ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്? ഞങ്ങള് പള്ളിയിൽ മുട്ടുകുത്തും, പിന്നെ പോയി തേങ്ങ അടിക്കും. നിനക്ക് എന്നാണ് കാര്യം? എന്റെ പൊന്നെ, മതസൗഹാർദ്ദം തഴക്കി പിടിച്ച തള്ള. തിരുമേനിയെടുത്ത് കുമ്പസരിക്കണമെന്ന് പറയാതിരുന്നാ മതിയായിരുന്നു. എന്തോന്നാണ് ഈ അമ്മേ ഉടക്കരുത്. നമുക്ക് ആവശ്യം പള്ളിയിൽ പോയിട്ടേ കുമ്പസരിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയായിരുന്നു. മുത്തു പെരട്ടുണ്ടാക്കാൻ അറിയോ? പിന്നെ ചിക്കൻ പെരട്ട്, മീൻ പെരട്ട്, ബീഫ് പെരട്ട്, ഏത് പെരട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി തരാം. പക്ഷേ അങ്ങനെയുള്ള പെരട്ടൊന്നും അല്ല. പിന്നെ ഏത് പെരട്ട്? സിമ്പിൾ മാങ്ങാ പെരട്ട്. മാങ്ങാ പെരട്ട്? അമ്മേ മാങ്ങാ പെരട്ട് കഴിക്കുന്നത് ഭയങ്കര കൊതി പറയുന്നു. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു സ്വപ്നം കണ്ടെന്റെ മുത്തുവേ. ഒത്തിരി മാങ്ങാ പെരട്ട് കത്തി. അയ്യോ പാവം, കൊതി കൊണ്ട് വയ്യ. ഒത്തിരി ഉണ്ടാക്കി തരുവോടാ. പൈസയില് മാത്രല്ല കോതി, പെരട്ടിനോട് ഉണ്ട് കോതി. ഉണ്ടാക്കി കൊടുക്കോ മുത്തു? ഉണ്ടാക്കി കൊടുക്കാം. അയ്യോ എടുത്തരട്ടെ. എന്തിന്? പെരട്ടുണ്ടാക്കാന്. എപ്പോഴത്തേക്ക്? അയ്യോ ഉച്ചക്ക് മതി. അയ്യോ വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാക്കി തന്നാല? വേണ്ട, ഉച്ചയൂണാവുമ്പോഴത്തേക്കും മെല്ലെ ഉണ്ടാക്കിയാ മതി. എന്റെ പൊന്നെ, മാങ്ങാ പെരട്ട് ഉണ്ടാക്കാനായിട്ടേ ഉണ്ടാക്കി വെച്ച് 2-3 ദിവസം കഴിയണം. ഇതിന്റെ എരിവും പുളിയും ഒക്കെ അതിൽ പിടിക്കണ്ടേ? ഞങ്ങൾക്ക് ഇപ്പം എരിവും പുളിയും ഒന്നും വേണ്ട. കൊതി കൊണ്ടല്ലോടാ ചോദിച്ചത്. ശരി ഉണ്ടാക്കി തരാം കേട്ടാ. അയ്യോ നല്ല മുത്തു. നീ ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ ഉണ്ടാക്കിയെന്ന് അവരോട് പറയണം കേട്ടോ. ഓ അങ്ങനെ പറയും. എനിക്ക് അതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. അയ്യോ, ചില നേരത്തെ ഇവനെ വിശ്വസിക്കാം. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടക്കും. തീർന്നിട്ടില്ല, ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. ഇനിയും പണിയോ? അതെന്ത്? എന്റെ ദൈവമേ.